പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം അതിലെ 17-ാം വാക്യമാണ്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: വഞ്ചനയിലൂടെ നേടിയ ആഹാരം ആദ്യം മധുരിക്കുന്നു, പിന്നീട് വായിൽ ചരൽ നിറയും. വഞ്ചനയിലൂടെ നേടിയ ആഹാരം, കള്ളത്തരത്തിലൂടെയും നുണ പറയുന്നതിലൂടെയും ഏത് തരത്തിലുള്ള ദുഷ്ടമാർഗങ്ങളിലൂടെയും നാം നേടിയെടുത്ത നേട്ടം, ആദായം, അത് ആദ്യം മധുരിക്കും. ഈ പാപത്തിന് നമ്മളെ സംതൃപ്തിപ്പെടുത്താനുള്ള ഒരു മാധുര്യമുണ്ട്. ആദ്യം ഇത് മധുരിക്കും. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ ഒരു പക്ഷേ നാം ആഗ്രഹിച്ചതുപോലെ നമ്മുടെ കള്ളത്തരത്തിലൂടെ നമുക്ക് കിട്ടിയെന്ന് വരാം. എന്നാൽ കാലക്രമേണ ഈ ക്ഷണികമായ സന്തോഷം, ഈ ക്ഷണികമായ മാധുര്യം അസ്തമിക്കുകയും വായിൽ ചരൽ നിറയുന്ന ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ കള്ളത്തരത്തിലൂടെ ഉണ്ടാക്കുന്ന എല്ലാ നേട്ടങ്ങളും ക്ഷണികമാണ്. അതിന് നിലനിൽപ്പില്ല. അത് അസ്തമിക്കും. അതിൻ്റെ സൗന്ദര്യം അസ്തമിക്കും. അതിൻ്റെ നേട്ടം അസ്തമിക്കും. പിന്നീട് അത് വേദനാജനകമായ ഒരു അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുകയും ചെയ്യും. അത് സ്വത്തുണ്ടാക്കിയതാവട്ടെ, നമ്മുടെ ജീവിതത്തിൽ ജോലി മേഖലകളിൽ നാം ഉണ്ടാക്കിയ നേട്ടങ്ങളാകട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറഞ്ഞ് അവരുടെ സൽപ്പേരിന് കളങ്കം ചാർത്തി നമ്മളെ തന്നെ ഉയർത്തിക്കാണിച്ച് നാം ഉണ്ടാക്കിയ നേട്ടമാകട്ടെ, ഏത് മേഖലയിലുള്ള നേട്ടമായാലും ഏത് ആദായമായാലും അത് ആദ്യം മധുരിക്കും. അതിലൊരു സന്തോഷം ആദ്യം കാണും. എന്നാൽ ആ സന്തോഷം ഒരിക്കലും നിലനിൽക്കില്ല. കാരണം അത് വഞ്ചനയിലൂടെ ഉണ്ടാക്കിയതാണ്. ആ സന്തോഷം അസ്തമിക്കും. ദൈവത്തിൻ്റെ രീതിയിൽ, നേരായ രീതിയിൽ ഉണ്ടാക്കിയ എല്ലാ സന്തോഷങ്ങളും, നേരായ രീതിയിൽ സമ്പാദിച്ച എല്ലാ ആദായങ്ങളും നിലനിൽക്കും. എന്നാൽ കുരുട്ട് വഴിയിലൂടെ, വക്രതയിലൂടെ ഉണ്ടാക്കിയ എല്ലാ നേട്ടങ്ങളും അസ്തമിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തെ വളരെ ഗൗരവപൂർവ്വം ചിന്തിച്ച് നമ്മുടെ മാർഗങ്ങളെ നമുക്ക് നേരെയാക്കാം, ദൈവത്തിൻ്റെ പാതയിലാക്കാം. എന്നിട്ട് ദൈവത്തിന് ഹിതമായ രീതിയിൽ മാത്രം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളെയും ക്രമീകരിച്ച് ദൈവം നൽകുന്ന സന്തോഷത്തിൽ മാത്രം നമുക്ക് ആനന്ദിക്കാം. പാപത്തിൻ്റെ എല്ലാ നൈമിഷിക സുഖങ്ങളും, പാപത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും, വഞ്ചനയുടെ എല്ലാ സൗന്ദര്യങ്ങളും മാധുര്യങ്ങളും നമുക്ക് ഉപേക്ഷിക്കാം. എന്നിട്ട് ദൈവത്തിൻ്റെ പാതയിൽ ദൈവഹിതത്തിനനുസൃതമായി മാത്രം പ്രവർത്തിക്കുന്നവരാകാം. ഈ വചനം നമ്മുടെ ഉൾക്കണ്ണുകളെ തുറക്കട്ടെ. ഇതിനനുസരിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം വരുത്തട്ടെ. ഇതിനനുസരിച്ച് ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തരട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രായോഗികമാക്കാവുന്ന ഒരു വചനമാണിത്. ഇത് നമുക്ക് അനുകരിക്കാം. ഏതെങ്കിലും രീതിയിൽ വഞ്ചനയിലൂടെയോ കള്ളത്തരങ്ങളിലൂടെയോ ആരെയെങ്കിലും വിഷമിപ്പിക്കുകയോ ദൈവഹിതമില്ലാത്ത നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുദപിക്കാം. മുമ്പോട്ട് ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ജീവിതത്തെ ക്രമീകരിച്ച് ദൈവകൃപയുടെ മക്കളായി നമുക്ക് മാറാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വചനശക്തിയാൽ നിറയട്ടെ. ആമേൻ.